ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്ന് MSC ഐറീന അല്പസമയം മുമ്പാണ് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്തിങ് വിജയകരമായി പൂർത്തിയാക്കി. വിഴിഞ്ഞത്തിന് അഭിമാനകരമായ നിമിഷമാണ്. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണി, അതായത് മലയാളിയായ ക്യാപ്റ്റനാണ് വിഴിഞ്ഞത്തേക്ക് കപ്പലുമായി എത്തിയത് എന്ന സന്തോഷകരമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. MSC അറീന അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, നമുക്ക് ആ കപ്പലുകളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അഭിമാനമുണ്ട്. കണ്ടെയ്നറുകൾ നിരവധിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, കേരളത്തിന് പ്രത്യേകിച്ച് രാജ്യത്തിന് മുഴുവൻ അഭിമാനമായ ഒരു നേട്ടമാണ് വിഴിഞ്ഞത്ത് രാജ്യാന്തര തുറമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദങ്ങൾക്കിടയിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തേക്ക് വിജയകരമായി അല്പസമയം മുമ്പാണ് ബർത്ത് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ രാജ്യത്ത് ഈ സമാനമായ തരത്തിലുള്ള ഒരു കപ്പൽ എത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള പടുകൂറ്റൻ കപ്പലാണ് MSC ഐറീന. അതായത് ഏതാണ്ട് 4 ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പം ഈ കപ്പലിനുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട് എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുറംകടലിലെത്തി ബർത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി കാത്തുകിടക്കുകയായിരുന്നു MSC ഐറീന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശൂർ സ്വദേശിയായ വില്ലി ആന്റണിയാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹമാണ് ഈ അഭിമാന നിമിഷത്തിൽ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭീമൻ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ടായിരുന്നു പുറംകടലിൽ നിന്ന് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഈ കപ്പലിനെ വിഴിഞ്ഞത്ത് ബർത്തിൽ അടുപ്പിച്ചത്. നമുക്കറിയാം, സാമ്പത്തികമായി സംസ്ഥാനത്തിന് നികുതി ഇനത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഓരോ കണ്ടെയ്നറുകൾക്കും അതിന്റെ ഒരു നിശ്ചിത തുക നികുതിയായി ലഭിക്കും. അത് വലിയൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കൂടിയാണ് MSC ഐറീന വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടതിലൂടെ കേരളത്തിന് ലാഭമായി മാറിയിരിക്കുന്നത്. ഈ കാഴ്ചകൾ കാണുന്നതിനൊക്കെയായി വിഴിഞ്ഞത്തിന്റെ തീരപ്രദേശങ്ങളിലും വിഴിഞ്ഞം പള്ളിയുടെ സമീപത്തുമൊക്കെയായി നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് റേഷൻ സർക്കാർ നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകുന്നതിന് തടസ്സമില്ല.